ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. തരം അവതാരങ്ങൾ പല വിധത്തിലുണ്ട്. എല്ലാ കലകളിലും അല്ലെങ്കിൽ കിരണങ്ങളിലും ഉള്ള പൂർണ്ണാവതാരങ്ങളുണ്ട്. അംശാവതാരങ്ങളും ലീലാവതാരങ്ങളും ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പൂർണ്ണാവതാരമാണ്. ശ്രീ ശങ്കരാചാര്യർ അംശാവതാരമാണ്. മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും വാമനനും രാമനും മറ്റു പലരും ലീലാവതാരങ്ങളാണ്. കൃഷ്ണനും രാമനും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിരുന്നു. ദക്ഷിണാമൂർത്തി ശിവന്റെ അവതാരമായിരുന്നു. ദത്താത്രേയൻ ത്രിമൂർത്തികളുടെ അവതാരമായിരുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവർ ഈശ്വരൻ്റെ 3 ഭാവങ്ങളാണ്. ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സംരക്ഷണത്തിൻ്റെയും ശിവൻ സംഹാരത്തിൻ്റെയും രൂപങ്ങളാണ്. ഹിന്ദുമതത്തിൽ ബഹുദൈവാരാധന ഇല്ല. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ശക്തി എന്നിവർ ഒരേ ദൈവത്തിൻ്റെ വിഭിന്ന ഭാവങ്ങളാണ്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ. വിഷ്ണു ഭഗവാന്റെ വിവിധ അവതാരങ്ങളുടെ കാലാനുസൃത വിവരണമാണ് ഭാഗവത പുരാണം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ അതിലുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി ഇവയാണ് 10 അവതാരങ്ങൾ. കൽക്കി കലിയുഗാവസാനത്തിൽ അവതരിക്കും. വൈവസ്വത മനുവിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായി എടുത്ത അവതാരമാണ് മത്സ്യം. പ്രളയത്തിൽ കാണാതെ പോയ മൂല്യ വസ്തുക്കളെ വീണ്ടെടുക്കാൻ ലോകത്തെ പ്രാപ്തമാക്കാനായിരുന്നു കൂർമാവതാരം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ കടക്കോൽ, അതായത് മന്ധര പർവ്വതം താങ്ങിയത് ആമയാണ്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിൽ വലിച്ചു താഴ്ത്തിയപ്പോൾ രക്ഷപ്പെടുത്താനായി എടുത്ത അവതാരമാണ് വരാഹം. ഭക്ത പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപു എന്ന അസുരൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായി ഭഗവാൻ പകുതി സിംഹവും പകുതി മനുഷ്യരൂപവുമായ നരസിംഹമായി അവതരിച്ചു. ബലിയുടെ തപസ്സും ഭക്തിയും ദേവന്മാരുടെ ശക്തിയെ മറച്ചപ്പോൾ അത് തിരികെ ലഭിക്കുന്നതിനായി ദേവന്മാരെ സഹായിക്കാനായി എടുത്ത അവതാരമാണ് വാമനാവതാരം. ക്ഷത്രിയന്മാരുടെ ദുർഭരണത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായി പരശുരാമാവതാരം എടുത്തു. പരശുരാമൻ ക്ഷത്രിയ വംശത്തെ 21 പ്രാവശ്യം നശിപ്പിച്ചു. ദുഷ്ടനായ രാവണനെ നിഗ്രഹിക്കാനായി രാമാവതാരം എടുത്തു. കംസനെയും മറ്റ് അസുരന്മാരെയും നിഗ്രഹിക്കാനും അത്ഭുതകരമായ ഗീതോപദേശം നൽകാനും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീരാനും വേണ്ടി കൃഷ്ണനായി അവതരിച്ചു. മൃഗബലി നിരോധിക്കുക എന്നതായിരുന്നു ബുദ്ധാവതാരത്തിൻ്റെ ഉദ്ദേശം. കലിയുഗം അവസാനിക്കുന്നതിന് മുമ്പ് കൽക്കിയായി അവതരിച്ച് ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. വ്യത്യസ്ത അവതാരങ്ങളിൽ ഭഗവാന്റെ പ്രകടനത്തിൻ്റെ അംശം. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ വിപുലമായ 16 കലകളായി സ്ഥിതി ചെയ്യുന്നതായി പണ്ടത്തെ ഋഷിമാർ ഉപദേശിച്ചിരിക്കുന്നു. അപരിഷ്കൃത സ്ഥിതി ഒരറ്റത്തും ഏറ്റവും വികസിതമായ സ്ഥിതി മറ്റേ അറ്റത്തുമുള്ള ഒരു സ്കെയിലിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുമ്പോൾ ഈശ്വരൻ്റെ പ്രകടനത്തിൻ്റെ ഒരു കല സസ്യസമൂഹത്തിലും 2 മൃഗങ്ങളിലും 5 മുതൽ 8 വരെ മനുഷ്യനിലും ആണെന്ന് കാണാം. അവതാരങ്ങളിൽ 9 മുതൽ 16 കലകൾ വരെ പ്രകടമാകുന്നു. 16 കലകളും തികഞ്ഞ അവതാരത്തെ പൂർണ്ണാവതാരമെന്ന് പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ 16 കലകളും തികഞ്ഞ പൂർണ്ണാവതാരമായിരുന്നു. രാമൻ 14 കലകൾ തികഞ്ഞ അവതാരമായിരുന്നു. തിയോസഫിക്കാർ അവരുടെ ആചാര്യന്മാരുടെയും അവരുടെ തത്വങ്ങളിൽ നൈപുണ്യം ഉള്ളവരുടെയും ആത്മീയ അഭിവൃദ്ധിയുടെ അവസ്ഥകൾ വിവരിക്കുമ്പോൾ 7 കലകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവതാരത്തിൻ്റെ ദിവ്യരൂപം. എങ്ങനെ കൃഷ്ണനെ ഈശ്വരനായി കണക്കാക്കും? കൃഷ്ണൻ ജനിച്ചു, മരിച്ചു, അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് ചിലർ പറയുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് വിവരമില്ലാത്ത ഒരു കുട്ടിയുടെ വാക്കുകളാണ്. കൃഷ്ണൻ തൽക്കാലം സ്വയം പ്രകടമായി ലോക സംഗ്രഹകർമ്മവും മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യവും ക്ഷേമവും ഉണ്ടാക്കുകയും ചെയ്തതിനു ശേഷം അപ്രത്യക്ഷമായി. ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ ഹരി തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. ഭഗവാൻ രാമൻ പരമാത്മാവും അന്തര്യാമിയും എല്ലാ ജീവികളുടെയും
രക്ഷകർത്താവുമാണ്. അദ്ദേഹം സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമാണ്. രാമൻ ഭഗവാൻ ഹരി തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും ജനിച്ചിട്ടില്ല, മരിച്ചിട്ടുമില്ല. ഭഗവാൻ ഹരി രാമൻ്റെ രൂപത്തിൽ ലോകത്തെ ഉദ്ധരിക്കാനായി പ്രകടമായി പിന്നീട് മറയുകയും ചെയ്തു. ഭഗവാൻ രാമനും ഭഗവാൻ കൃഷ്ണനും ഭൗതിക ശരീരങ്ങളില്ല. അവരുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതല്ല. അവരുടേത് ദിവ്യ രൂപങ്ങളാണ്. കാഴ്ചയ്ക്ക് മാംസം പോലെ തോന്നിയാലും അവരുടേത് ചൈതന്യ ശരീരങ്ങളാണ്. മനുഷ്യരെ പോലെ അവർക്ക് ജനനവും മരണവും ഇല്ല. ഒരു യോഗിയെപ്പോലെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവരുടെ ശരീരങ്ങൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. അവരുടെ ശരീരങ്ങൾക്ക് ഒരു നാശവും സംഭവിച്ചില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കോട്ട് തയ്ക്കുന്ന തുന്നൽക്കാരൻ എപ്രകാരം തനിക്ക് വേണ്ടിയും ഒരു കോട്ട് തുന്നുന്നുവോ അതുപോലെ മറ്റുള്ളവർക്കായി ശരീരങ്ങൾ സൃഷ്ടിച്ച ദൈവത്തിന് സ്വയം ഒരു ശരീരം സൃഷ്ടിക്കാൻ കഴിയും. അതിന് ഒരു പ്രയാസവുമില്ല. അദ്ദേഹം സർവജ്ഞനും സർവശക്തനുമാണ്. ഈശ്വരൻ ഒരു രൂപം സ്വീകരിച്ചാലും മായയുടെ മേൽ നിയന്ത്രണമുള്ളതുകൊണ്ട് തൻ്റെ ദൈവീക സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ്. എന്നാലും അദ്ദേഹം അനന്തവും നിരുപാധികവുമാണ്. ചില സമയങ്ങളിൽ രാജാവ് ജയിലിലെത്തി ഒരു തടവുകാരൻ്റെ മുറി സന്ദർശിക്കുകയും ജയിലിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. തടവുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹം സ്വതന്ത്രനാണ്, എങ്കിലും തൻ്റെ ഇച്ഛാനുസാരം സ്വയം ജയിൽ മുറിയിൽ പ്രവേശിക്കുന്നു. മനുഷ്യൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവതാരം സ്വമനസാലെ ഒരു ശരീരം സ്വീകരിക്കുന്നു. രാജാവിനെപ്പോലെ അവതാരം സ്വതന്ത്രനാണ്. മായയുടെ മേൽ പൂർണ്ണ നിയന്ത്രണവുമുണ്ട്. ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ ജീവൻ മായയുടെ അടിമയാണ്. അവതാരങ്ങളുമായി സമ്പർക്കം. ശരിയായ യോഗ്യത നേടാത്ത ചില ആളുകൾ അവതാരങ്ങളുമായി സമ്പർക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു അവതാരം നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നാലും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അദ്ദേഹത്തെ ആ വിധം കാണാനുള്ള കണ്ണുകൾ നിങ്ങൾക്കില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായിട്ടേ കാണുകയുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ്റെ ദൈവത്വം എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? ജരാസന്ധനോ ശിശുപാലനോ ദുര്യോധനനോ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഹരിയുടെ അവതാരമാണെന്ന് മനസ്സിലാക്കിയോ? ഭീഷ്മരെ പോലെ വളരെ കുറച്ചാളുകൾ ശ്രീകൃഷ്ണനെ അവതാരമായി അംഗീകരിച്ചു. മനുഷ്യ ശരീരം ധരിച്ചിരിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവായ എൻ്റെ നിരതിശയമായ മഹത്വത്തെ അറിയാത്ത വിഡ്ഢികൾ എന്നെ അനാദരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. ഒരു സിദ്ധന് മാത്രമേ വേറൊരു സിദ്ധനെ മനസ്സിലാവുകയുള്ളൂ. ഒരു യേശുവിന് മാത്രമേ ഒരു യേശുവിനെ മനസ്സിലാവുകയുള്ളൂ. ഒരു ഡോക്ടറുടെ യോഗ്യത ഒരു രോഗിക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ കഴിയും? ആത്മീയ പാതയിലെ പുതിയ വിദ്യാർത്ഥി ക്രമേണ സ്വയം തയ്യാറാകണം. വിവിധ ഉപഗുരുക്കന്മാരിൽ നിന്ന് ആത്മീയ ഉപദേശങ്ങൾ നേടുകയും അവ കർശനമായി പാലിക്കുകയും വേണം. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിക്കാൻ അവൻ സ്വയം അർഹത നേടണം. ധ്യാനം പരിശീലിക്കാനും ധ്യാനത്തിൽ ഈശ്വരനെ ദർശിക്കാനും യോഗ്യത നേടണം. മോക്ഷത്തിനുള്ള 4 മാർഗങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ബുദ്ധഭഗവാനെ പോലെയോ രാജാവായ ഭർതൃഹരിയെപ്പോലെയോ തീവ്ര വൈരാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉജ്ജയിനിയിലെ അവന്തി ബ്രാഹ്മണനെപ്പോലെ സഹിഷ്ണുതയും ക്ഷമയും നിങ്ങൾക്കുണ്ടെങ്കിൽ തോടകനെ പോലെയോ പത്മപാദനെ പോലെയോ ഗുരുഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവതാരങ്ങളുമായി സന്യാസിമാരുമായി ഇപ്പോൾ ഈ നിമിഷം തന്നെ ബന്ധം സ്ഥാപിക്കാം. നിങ്ങൾക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ സേവനം ചെയ്യാൻ കഴിയുമോ? യുദ്ധഭൂമിയിലെ പട്ടാളക്കാരനെ പോലെ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ രന്തിദേവനെ പോലെ ദാനശീലനാകുമോ? മീരയെപ്പോലെ ഈശ്വര പ്രേമം കൊണ്ട് രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുമോ? ധ്രുവനെപ്പോലെ നിങ്ങൾക്ക് തപസ് ചെയ്യുവാൻ സാധിക്കുമോ? മൻസൂറിനെ പോലെ ഷംസ് ട്രബീസിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ? സിന്ധുനദിയുടെ കരയിൽ വെച്ച് മഹാനായ അലക്സാണ്ടറെ കണ്ട സന്യാസിയെപ്പോലെ നിങ്ങൾ ഭയരഹിതനാണോ? അതേ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. നിങ്ങൾ അവതാരങ്ങളുമായും പൂർണ്ണ വികസിത യോഗികളുമായും ബന്ധപ്പെടും. ആദ്യം യോഗ്യത നേടുക, പിന്നെ ആഗ്രഹിക്കാം. അവതാരങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരം. ഭഗവാൻ കൃഷ്ണനെയോ
ഭഗവാൻ രാമനെയോ ഉപാസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാം. വളരെ ആളുകൾ ഈ മാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. തുക്കാറാം, രാമദാസ്, സൂർദാസ്, മീരാഭായി, തുളസീദാസ് എന്നിവർ ഈശ്വരനെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. അവരുടെ ശക്തമായ രചനകൾ അവരുടെ ഉയർന്ന ആത്മീയ നേട്ടങ്ങളെ വ്യക്തമാക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ഉപാസിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ കീർത്തിക്കുക. ഉടനെ അവിടുന്ന് സ്വയം പ്രത്യക്ഷപ്പെടും. അവിടുത്തെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് അമരത്വവും അനശ്വരമായ ആനന്ദവും ലഭിക്കും. ഈശ്വരൻ ഭക്തന്മാർക്ക് പ്രത്യക്ഷമാകുന്നത് പല വിധത്തിലാണ്. തൻ്റെ ആരാധനയ്ക്കായി ഭക്തൻ തിരഞ്ഞെടുത്ത രൂപം തന്നെ ഭഗവാൻ ധരിക്കുന്നു. 4 കരങ്ങളോടുകൂടിയ ശ്രീഹരിയെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ഹരിയായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ അവിടുത്തെ ശിവനായി ഉപാസിക്കുകയാണെങ്കിൽ അവിടുന്ന് ശിവനായി നിങ്ങൾക്ക് ദർശനം നൽകും. നിങ്ങൾ ഭഗവാനെ ദുർഗയായോ കാളിയായോ ആരാധിക്കുകയാണെങ്കിൽ അവിടുന്ന് ദുർഗയായോ കാളിയായോ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ശ്രീരാമനായോ ശ്രീകൃഷ്ണനായോ ദത്താത്രേയനെയായോ ആരാധിച്ചാൽ അവിടുന്ന് ശ്രീരാമനായോ ശ്രീകൃഷ്ണനായോ ദത്താത്രേയനായോ ആയി ദർശനം നൽകും. നിങ്ങൾ യേശുവായോ അള്ളാഹുവായോ ഉപാസിച്ചാൽ ക്രിസ്തുവോ അള്ളാഹുവോ ആയി നിങ്ങൾക്ക് ദർശനം തരും. ഒരേ ഈശ്വരൻ്റെ വിവിധ രൂപങ്ങളാണ് എല്ലാം. നാമവും രൂപവും എന്തുമാകട്ടെ, ഉപാസിക്കുന്നത് ഈശ്വരനെയാണ്. രൂപത്തിനുള്ളിലുള്ള ഈശ്വരനിലേക്ക്, അന്തർയാമിയിലേക്ക് ആരാധന ചെന്നു ചേരുന്നു. ഒരു രൂപം മറ്റേതിനേക്കാൾ ഉയർന്നതാണെന്ന് ചിന്തിക്കുന്നത് അജ്ഞാനം കാരണമാണ്. എല്ലാ രൂപങ്ങളും ഒന്ന് തന്നെയാണ്. എല്ലാവരും ആരാധിക്കുന്നത് ഒരേ ഈശ്വരനെ തന്നെയാണ്. ആരാധിക്കുന്നവരിൽ ഉള്ള വ്യത്യാസം കാരണം പേരുകൾ വ്യത്യസ്തമാകുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം, ആരാധിക്കപ്പെടുന്ന വസ്തുവിലല്ല. ശരിയായ ക്രിസ്തുവും കൃഷ്ണനും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ്. അവിടുന്ന് എന്നെന്നും അവിടെ വസിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ അന്തര്യാമിയാണ്. അവിടുന്ന് എന്നെന്നും നിങ്ങളുടെ സഹകാരിയാണ്. അന്തര്യാമിയെപ്പോലെ ഒരു നല്ല സ്നേഹിതൻ വേറെയില്ല. അദ്ദേഹത്തെ ശരണം പ്രാപിക്കൂ, സാക്ഷാത്കാരം നേടി സ്വതന്ത്രനാകുക.